ഇന്ന് നമുക്കൊരു ഫെസ്റ്റിവൽ വെയർ ചെയ്തെടുത്താലോ. അപ്പോൾ അതിൽ തന്നെ മുസ്ലിംസിൻ്റെ ഈദ് പെരുന്നാളിന് സ്യൂട്ടായിട്ടുള്ള ഒരു ഗാർമെൻറ്റ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ് ഞാനിതിലെടുത്തുള്ളത്. ഡ്രേപ്ഡ് സ്കേർട്ടും കോർസെറ്റ് ടോപ്പും പിന്നെ ഹിജാബും വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്കേർട്ടിന് സാറ്റിൻ ടെക്സ്ചറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടറും പെയിൻറ്റും മിക്സ് ചെയ്ത് കളർ ചെയ്തതിന് ശേഷം വൈറ്റ് കളർ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഷെയ്ഡിങ്ങും ഫോൾഡൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റ് കളർ പെൻസിൽ വെച്ച് ആദ്യം നമുക്ക് ആ ഫോൾഡൊക്കെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം വൈറ്റ് പെയിൻറ്റ് ഉപയോഗിച്ച് കുറച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം സ്കേർട്ടിലേക്ക്. അങ്ങനെയാണ് സാറ്റിൻ്റെ ഒരു ടെക്സ്ചർ നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ ഇലൂഷൻ നെക്കും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ലീവുമാണ്. അപ്പോൾ അതിന് ഞാൻ ലേസാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നെറ്റിൽ വർക്കുള്ള പോലെ ഒരു മെറ്റീരിയൽ നമുക്ക് ചെയ്തെടുക്കാം. അതിനാദ്യം പെയിൻറ്റിൽ 3 ഡ്രോപ്പ് ഓഫ് വാട്ടർ ആഡ് ചെയ്ത് നല്ല ലൂസായിട്ട് നെറ്റിൻ്റെ ആ ഒരു തിക്നെസ്സിലാണ് നമ്മൾ അത് കളർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം സ്കിൻ ടോൺ അപ്ലൈ ചെയ്യണം. അതിനുശേഷം അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു കളർ. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ചെയ്തെടുക്കുന്നത് ബ്രാഞ്ചസ് പോലെ ഒരു ഡിസൈൻ. നമുക്ക് വേണമെങ്കിൽ മണ്ടാല ആർട്ടിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും ആ ഒരു ലേസിൻ്റെ ആ ഒരു എഫക്റ്റിന് വേണ്ടി നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ കളർ പെൻസിൽ വെച്ചാണ് ഞാനത് വരച്ചെടുക്കുന്നത്. അതിനുശേഷം അതിന് ഹൈലൈറ്റ് കൊടുക്കാനായിട്ട് വൈറ്റ് ജെൽ പെന്നെടുത്ത് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തിളക്കം സീക്വൻസ് ആ ഒരു എഫക്റ്റ് കിട്ടാൻ. അല്ലെങ്കിൽ പേൾ പെയിൻ്റ് എടുത്താലും മതി. സിൽവർ കളറ് ജെൽ പെന്നോ പേൾ പെയിൻറ്റോ എടുത്ത് ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി ആ ഒരു തിളക്കം കിട്ടാൻ വേണ്ടി. പിന്നെ ടോപ്പ് കോട്ടൺ ടെക്സ്ചറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈക്വൽ എമൗണ്ട് ഓഫ് പെയിൻറ്റും വാട്ടറും എടുത്ത് കളർ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ആ കോർസെറ്റിൻ്റെ ലൈൻസൊക്കെ വിസിബിൾ ആവാൻ വേണ്ടി വൈറ്റ് പെൻസിൽ വെച്ചിട്ട് ആ ലൈൻസൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഹിജാബിലും ഇതുപോലെ തന്നെ കളർ അപ്ലൈ ചെയ്തതിന് ശേഷം വൈറ്റ് പെൻസിൽ വെച്ച് അതിൻ്റെ ഫോൾഡൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അവസാനം ഡൂഡിൽ പെന്ന് വെച്ച് ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻ റെഡി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.